ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പുറം വശം നല്ല ക്രിസ്പിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ 2 ഉരുളക്കിഴങ്ങ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ചെറിയൊരു കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വന്നാലുള്ളൂ നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ജീരകമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കനം കുറച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞ രീതിയിൽ മുറിച്ചെടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ, അപ്പോഴേ നല്ലപോലെ ഒന്ന് വാടിക്കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാളയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ആ സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവിന് പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എരിവിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളായിട്ട് ഈ ഒരു 3 പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം 1-2 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. അപ്പോഴേ ഇതിൻ്റെ ആ ഒരു പച്ചമണം നല്ല പോലെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. ഇപ്പോൾ മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കുക, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ആ മല്ലിയിലയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായി മുറിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് വെറും 10 സെക്കൻഡ് മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. അപ്പോൾ 1/2 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതൊരു 3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മസാലയിൽ തന്നെ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കടലപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു സ്മെല്ല് വരും. അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കടലപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്. ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു സവാളയും കടലപ്പൊടിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മിക്സ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒരു 4-5 കഷ്ണം മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 4 വിസിൽ വരെയെങ്കിലും ഇത് വേവിച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന 2 ഉരുളക്കിഴങ്ങും ഫുള്ളായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. വെള്ളമൊന്നും വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം.
നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ നാക്കിയതിന് ശേഷം അങ്ങനെ കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു കൂട്ട് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാ വശവും ഒരേ രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ അത് ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലേറ്റിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റ് ആയപ്പോഴേക്കും ഇതാ നമ്മുടെ ഈ ഒരു കൂട്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലപോലെ തണുത്തിട്ട് വേണം കേട്ടോ ഇത് എടുക്കാൻ. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ആ ഒരു റോള് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കത്തിയിലൊന്ന് കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ചൊക്കെ ഒന്ന് കട്ടിയിൽ വേണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടതാണ് ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം അധികം പ്രസ് ചെയ്യാതെ ഇതുപോലെ മെല്ലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ പുറം വശം നല്ലപോലെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് മുഴുവനും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് വേണ്ടിച്ചെങ്കിൽ ആ ഒരു സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി ഇത് കുക്കായതാണ്. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പുറം വശം ക്രിസ്പിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഇത് ഓൾറെഡി എല്ലാം കുക്കായതാണ്. അപ്പോൾ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മാത്രം മതി. ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ട് ഞാൻ ഇതവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര കളർ മാറിയിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ക്രിസ്പി ആക്കണമെങ്കിൽ ഒന്നും കൂടെ വെക്കാം. ഇനി ആ ഒരു വശം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഇപ്പോൾ അതാ 2 വശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ കുടിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പുറം വശം ക്രിസ്പിയോട് കൂടിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും കടലപ്പൊടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.